ഹായ് ഓൾ. ഇന്ന് 2024 ഡിസംബർ 31 ഈ വർഷത്തിലെ ലാസ്റ്റ് ഡേ. അപ്പം ഞാൻ ഈ വർഷം എൻ്റെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കാൻ ഞാൻ ചെയ്തൊരു 10 ടിപ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, രാവിലെ എഴുന്നേൽക്കുക. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി രാവിലെ. അതെൻ്റെ ലൈഫിൽ നല്ല മാറ്റങ്ങളുണ്ടാക്കി. രണ്ടാമത്, മെഡിറ്റേഷൻ. ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാൻ തുടങ്ങി. അപ്പം മൈൻഡിന് നല്ല ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഒരു 300 ml എങ്കിലും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കും. മിനിമം ഒരു ദിവസം 2 ലിറ്ററെങ്കിലും കുടിക്കാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലൊക്കെ മേടിച്ചു. കാരണം കാണുമ്പോൾ നമുക്ക് കുടിക്കാം, ഇത്രയും ആക്കണം എന്നുള്ളൊരിത് നമ്മുടെ മനസ്സിൽ വരും. അപ്പം അതും ഞാൻ ഫോളോ ചെയ്തു. പിന്നെ ഒരു ഫേസ് വാഷും ഒരു സ്കിൻ കെയർ റുട്ടീനും രാവിലെ തന്നെ, ഒരു ഫ്രഷ്നെസ് ഫീലിങ്ങിനായിട്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് പറ്റിയത്. കാരണം പണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ധൃതി പിടിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന ആളായിരുന്നു. പക്ഷേ ഇങ്ങനെ മോർണിംഗ് എഴുന്നേൽക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സമയം കിട്ടി. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ റൂമും ബെഡ്ഷീറ്റും ബെഡും ഒക്കെ ഒന്ന് ജസ്റ്റ് നീറ്റാക്കി, ഡിസോർഡേഴ്സ് ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളെല്ലാം ഓർഡറിലാക്കി വെക്കാൻ തുടങ്ങി. കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. എന്നിട്ട് മാത്രമേ ഞാൻ കിച്ചണിലോട്ട് കയറുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ തലേദിവസം തന്നെ ഏകദേശം എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കും. അപ്പോൾ പെട്ടെന്നൊരു 1 അവറിനുള്ളിൽ തീർക്കാമെന്നുള്ള പണികളേ ഉള്ളൂ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ. എനിക്ക് 6:30 ജോലിക്ക് പോകണം. അപ്പം പിന്നെ വ്യായാമം. അപ്പോൾ രാവിലെ ജോലിക്ക് മോർണിംഗ് ഷിഫ്റ്റാണ് എനിക്കെങ്കിൽ ഞാൻ ഈവനിങ് വന്നായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത്. ചെയ്യാതിരിക്കില്ല. അരമണിക്കൂറാണ് എനിക്ക് കൊടുത്തിരിക്കുന്ന ടൈം. പക്ഷേ ചിലപ്പം 15 മിനിറ്റ്സേ പറ്റുള്ളൂ. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഞാനത് ചെയ്യാതിരിക്കില്ല. മീൻസ് അത് നമ്മുടെ ഒരു റുട്ടീൻ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നൊരു മാറ്റമാണ് ടു ഡു ലിസ്റ്റ്. ഈവനിങ് തന്നെ ടു ഡു ലിസ്റ്റ് എഴുതുക. ഒരു ഡെയിലി പ്ലാനർ ഉണ്ടാക്കുക. അത് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഞാൻ പെട്ടെന്നെല്ലാം മറന്നു പോകുന്ന ആളാണ്. നാളെ ഇന്നതൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എന്തോന്ന് വെച്ചാൽ പിറ്റേന്നാകുമ്പോഴത്തേക്കും എല്ലാം മറന്നു പോകും. ഈവനിങ് ആകുമ്പോൾ ഇതൊന്നും ചെയ്തില്ല, ഡിപ്രഷൻ അടിക്കും. ഒരു മൂടൊരു സുഖമില്ലായിരിക്കും. ഞാൻ പ്ലാനറിൽ എല്ലാം എഴുതി വെക്കാൻ തുടങ്ങി. ഈവനിങ് ഈ പ്ലാനർ കണ്ടറിയാം, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പിറ്റേന്ന് ഉണ്ടാക്കുന്നത്, മീൽ പ്ലാൻ എല്ലാം. അപ്പോൾ ആ ടു ഡു ലിസ്റ്റ് ഞാൻ നൈറ്റ് തന്നെ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നൈറ്റ് സ്കിൻ കെയർ, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുക, അല്ലെങ്കിൽ നൈറ്റ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ മുടിയൊക്കെ ഒന്ന് പുട്ടപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ ബെഡിൽ പോകാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് നേരത്തെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും കിടക്കുന്നതിന് മുന്നേ കിടക്കാൻ തുടങ്ങി. അതായത് ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്.